Hello guys, welcome to Sellu's Frame. So I'm so excited. അങ്ങനെ 4-5 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു വ്ളോഗ് ചാനൽ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈജിപ്തിലേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും ഉമ്മ പിന്നെ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട കുറച്ച് പേരും പിന്നെ കുറച്ച് ടീച്ചേഴ്സൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം അതൊക്കെ ഒപ്പിയെടുത്ത് ഇവിടുന്ന് മുതൽ അങ്ങോട്ടൊരു ട്രാവൽ വ്ളോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഈജിപ്തിലോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയ ക്ലോത്തിങ്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. സോ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ യാത്ര തുടങ്ങിയാണ്. എൻ്റെ കൂടെ നിങ്ങളും യാത്ര ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഉപ്പാനും വെയിറ്റ് ചെയ്യാണ് വണ്ടിയിൽ. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടാണ്. ഇവിടെ എല്ലാ ഈവനിങ് ടൈമിലും കുട്ടികളിങ്ങനെ ഫുട്ബോളൊക്കെ കളിക്കുന്നത് കാണാം. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരും. ഇതാണ് ഉപ്പ, ഇതാണ് ഉമ്മ. ഇവരൊക്കെ എൻ്റെ ആദ്യത്തെ വ്ളോഗിൽ ഞാൻ പരിചയപ്പെടുത്തിയതാണ്. എൻ്റെ പണ്ട് ചെയ്യുന്ന വ്ളോഗുകളിലെല്ലാം കാണാം, 4 വർഷം മുമ്പുള്ള വ്ളോഗിലെല്ലാം കാണാം. നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളൊരു ആലോചന വന്നതും ഇങ്ങനെ തുടങ്ങിയതും. നമ്മളിപ്പോൾ എന്താ നമ്മളെ പ്ലാൻ എങ്ങനെയാണ്? അതായത് നമ്മൾ ആദ്യം അവിടത്തെ ഈജിപ്തിലേക്ക് പോകുന്നതിന് ആദ്യം ഡോളർ വേണം. അപ്പം ഡോളർ വാങ്ങലാണ് നല്ലത്. അതായത് പൗണ്ടിനെക്കാട്ടിയും ബെറ്റർ ഡോളറാണ്. ഡോളർ ചേഞ്ച് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഡോളറിലേക്ക് നമ്മൾ ഇവിടുന്ന് തന്നെ ചേഞ്ച് ചെയ്തിട്ട് ഡോളർ ഇവിടുന്ന് റിയാൽ കൊടുത്തിട്ട് ഡോളർ വാങ്ങാം. നമ്മൾ ഒമാനിന്നാന്നല്ലേ പോകുന്നത്. ഇപ്പം നാട്ടിൽ നിന്ന് പോകുകയാണെങ്കിൽ റുപ്പീസ് കൊടുത്തിട്ട് ഡോളർ വാങ്ങുക. എന്നിട്ട് അവിടെ എത്തിയിട്ട് എയർപോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നോ സെയിം റേറ്റ് തന്നെ കിട്ടുക. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് പൗണ്ടിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പം ഏറ്റവും കംഫർട്ട് ഡോളർ വാങ്ങലാണ്. അതെ അതെ. ഡോളർ ഇപ്പം ഇവിടുന്ന് ചേഞ്ച് ചെയ്തിട്ട് അടുത്ത നമ്മുടെ പ്ലാൻ എന്താ? ഡോളർ ചേഞ്ച് ചെയ്ത് പിന്നെ നമുക്ക് വേണ്ടിയ സാധനങ്ങളെല്ലാം, പ്രത്യേകിച്ചും ടൂർ പോകുന്നത് കൊണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയ ഡ്രസ്സുകളെല്ലാം അധികം ടൈറ്റ് ഇല്ലാത്ത ലൂസ്. സമ്മർ സീസൺ ആണെന്നല്ലേ? സമ്മർ അവിടെ ഇപ്പൊ 32 ഡിഗ്രി ഏകദേശം ഉള്ള ഈ സമയത്ത്. ഇപ്പൊ ഏപ്രിൽ മാസമല്ലേ, 32 ഡിഗ്രി. കൂടുതൽ ലഗേജ് ഒന്നും എടുക്കാണ്ട് ഫ്രീ ആയിട്ട് പോകണം. യാത്രയായിട്ട് പോകുന്നത് അതാ ഏറ്റവും ബെറ്റർ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ടും നമ്മുടെ ബ്ലോഗിന്റെ തുടർ എപ്പിസോഡിൽ എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇതൊക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ എക്സ്ചേഞ്ച് പോകുന്നു, ഡോളറിലോട്ടേക്ക് ചേഞ്ച് ആക്കുന്നു, പിന്നെ നമ്മൾ ക്ലോത്തിങ്സ് പിന്നെ ആക്സസറീസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നു. ഇവിടെ സിഗ്നലിൽ വെയിറ്റ് ചെയ്യുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഒരാൾ ചായ കൊണ്ടുപോകുന്നത്. ഇതാണ് സലാലയിലെ സൂക്ക് എന്ന് പറയുന്നത്. നോർമലി ആൾക്കാർ ചൗക്ക് എന്ന് പറയും, ഇവിടുത്തെ നാട്ടുകാർ സൂക്ക് എന്ന് പറയും. ലുലു എക്സ്ചേഞ്ചിൽ നിന്നാണ് നമ്മൾ ഡോളർ ചേഞ്ച് ആക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്ചേഞ്ച്. നമ്മളിപ്പോൾ ഡോളർ ചേഞ്ച് ആക്കിയിരിക്കുകയാണ്. $1000 ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇവിടെ നേരെ കാണുന്നത് ഇവിടുത്തെ സലാല എയർബേസ് ആണ്. GCCയിൽ തന്നെ ഏറ്റവും വൃത്തിയുള്ളതും പ്രകൃതി രമണീയമായ സ്ഥലം നമ്മുടെ സലാല തന്നെയാണ്. സലാല ഒമാനിലെ ദോഫാർ ഗവർണറേറ്റിലെ ഒരു സിറ്റിയാണ്. ഗൾഫിലെ കേരളം എന്നാണ് സലാലയുടെ മറ്റൊരു പേര്. ഈ കാണുന്നത് സലാലയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഒരു ഭാഗമാണ്. ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ സനയ്യയിൽ നല്ല അടിപൊളി ചായയും കടിയും കിട്ടുന്ന നമ്മുടെ ഫൈസി ഉസ്താദിൻ്റെ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. ഇവിടെ ചായ അടിക്കുന്നത് സാധാരണ ഒരു ചായ അടിക്കുന്ന ആൾ മാത്രമല്ല, പുള്ളിക്കാരനൊരു മാഷാണ് കേട്ടോ. അബ്ദുള്ള എന്ന പേര്, അബ്ദുള്ള മാഷ്. അപ്പോൾ നമ്മൾ വിചാരിക്കും മാഷന്മാരിങ്ങനെ ചായ അടിക്കുമോ? പിന്നെന്താ, ആർക്കും ഇന്ന പണിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ജീവിക്കാൻ വേണ്ടി പല ആൾക്കാരും പല ജോലികൾ ചെയ്യുന്നു, പല ജോലികളിൽ ഏർപ്പെടുന്നു. അത്രയേ ഉള്ളൂ. ആർക്കും എന്ത് ജോലിയും ചെയ്യാം എന്നതിൻ്റെ ഒരു ബെസ്റ്റ് ഉദാഹരണമാണ് നമ്മുടെ അബ്ദുള്ള മാഷ്. അങ്ങനെ നമ്മൾ ഓയസിസ് മാളിലെ മാക്സിലാണ് ഡ്രസ്സ് എടുക്കാനും വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ കുറച്ച് ആക്സസറീസും വാങ്ങാമെന്ന് വിചാരിച്ചു. ഉപ്പൊരു ട്രാക്ക് പാൻറ് എടുത്തിട്ടുണ്ട്. ഞാനാണ് സെലക്ട് ചെയ്തെടുത്തത്, പക്ഷെ ഉപ്പാക്ക് അത് ഇഷ്ടമായി. ഓഫർ കണ്ടപ്പോൾ ഞാനും ഒരു ട്രാക്ക് പാൻറ് എടുത്തു. പിന്നെ ഈ ഒരു ടീഷർട്ട് അത് എടുക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ അതിൻ്റെ ഒരു പാറ്റേണും കളറൊക്കെ കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ അങ്ങ് സെലക്ട് ചെയ്തെടുത്തു. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്ത ഐറ്റംസ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. സോ നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ് എപ്പിസോഡ് എന്നുള്ള നിലയ്ക്ക്, നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് എന്നുള്ള നിലയ്ക്ക് എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഇനി അങ്ങോട്ടും വേണം. നമ്മുടെ ഈജിപ്ത് യാത്രയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോരോ എപ്പിസോഡ്സ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക,
സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്കായിട്ട് സെല്ലൂസ് ഫ്രെയിം ഒരുക്കുന്നതായിരിക്കും. ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.